കോഴിക്കോട്ടെ ലീഗ് ഹൌസിന് മുന്നിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. നേരത്തെ അവിടെ പതിപ്പിച്ചിരുന്ന പോസ്റ്ററാണ്, അതിപ്പോൾ മഴയത്ത് നിലത്തേക്ക് വീണു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പറയുന്നത് 6-ൽ 6 നേടിയ കോഴിക്കോട് ജില്ലയെ തഴയാൻ മാത്രം അയോഗ്യതയെന്ത്. ഈ പോസ്റ്റർ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരൊറ്റ മന്ത്രിമാർ പോലും ഈ പുതിയ മന്ത്രിസഭയിൽ ഇല്ല എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ള 13 സീറ്റിൽ 12 വിജയിക്കാൻ UDF-ന് കഴിഞ്ഞു. 6 ലീഗ് വിജയിച്ചത്. പക്ഷെ എന്നിട്ട് പോലും ലീഗിൽ നിന്നുൾപ്പെടെ ഒരു മന്ത്രിയില്ല. 2ാം ടേമിൽ പാറക്കൽ അബ്ദുള്ളയ്ക്ക് മന്ത്രിസ്ഥാനം നൽകുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഒരു മന്ത്രിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രവർത്തകരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു പോസ്റ്ററിലേക്ക് പോയാൽ നമുക്ക് കാണാം, കോഴിക്കോട് ജില്ലയിൽ തഴയാൻ മാത്രം ഗഫൂറിന്റെ മെറിറ്റ് എന്ത്. അതായത് അബ്ദുൾ ഗഫൂറിന് മന്ത്രിസ്ഥാനം നൽകിയതിനെതിരെ കൂടിയാണ് ഇപ്പോൾ ഈ പോസ്റ്ററിൽ വാചകങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കളമശ്ശേരി MLA ആയ അദ്ദേഹത്തിന് എന്തിനാണ്, ആദ്യ ടേമിൽ വരുന്നയാളാണ്, എന്തിനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനം നൽകിയത് എന്നുള്ളതാണ് ചോദ്യം. ഒപ്പം മറ്റൊരു പോസ്റ്റർ കൂടിയുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, കോഴിക്കോട് വെറും സമ്മേളനം നടത്താനുള്ള ജില്ല മാത്രമാണോ. അതാണ് മറ്റൊരു പോസ്റ്ററിൽ പറയുന്ന കാര്യം. ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പുറമേരിയിൽ ഒരു പ്രകടനമൊക്കെ നടന്നതാണ്. ഒപ്പം സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചും ഈ രീതിയിൽ കോഴിക്കോട് ജില്ലയെ അവഗണിച്ചു എന്നുള്ള വിമർശനം അത് വളരെ രൂക്ഷമായി തന്നെ പ്രവർത്തകർ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കോഴിക്കോട് ലീഗ് ഹൌസിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുക കൂടി ചെയ്തത്. ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിവിടെ ഈ മതിലിൽ പതിപ്പിച്ച പോസ്റ്ററാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ മഴയത്തൊക്കെ താഴേക്ക് പാറി വീണത് കൂടിയാകാം. ഏതായാലും ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുമ്പോഴാണ് വലിയ പ്രതിഷേധം കൂടി ഒരു ഭാഗത്ത് നടക്കുന്നത്. കോഴിക്കോട് ജില്ലയെ തീർത്തും അവഗണിച്ചു എന്നുള്ളതാണ് ലീഗ് പ്രവർത്തകരുടെയൊക്കെ പരാതി. 6 MLA-മാരെ സമ്മാനിച്ചിട്ടുകൂടി ഒരു മന്ത്രിമാർ പോലുമില്ല. ആദ്യഘട്ടത്തിൽ പാറക്കൽ അബ്ദുള്ളയൊക്കെ മന്ത്രിയാകുമെന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ കൂടി അവസാന ഘട്ടമാകുമ്പോഴേക്കും അദ്ദേഹത്തിനും അവസരം നിഷേധിക്കപ്പെട്ടു. അദ്ദേഹത്തെ 2ാം ടേമിൽ മന്ത്രിയാക്കും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഏതായാലും പ്രതിഷേധം രൂക്ഷമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്.